നമുക്ക് ഇന്നൊരു പാക്കിംഗ് വീഡിയോ കണ്ടാലോ. നമ്മുടെ ഓൺലൈൻ ബുക്ക് സ്റ്റോറായ ദി ബെസ്റ്റ്സെല്ലർ വന്നൊരു ഓർഡറിൻ്റെ പാക്കിംഗ് ആണേ. ഇത് ഇന്ത്യക്കുള്ളിൽ തന്നെയാണ്. നമ്മൾ നോർമലി ഇന്ത്യക്കുള്ളിലുള്ള ഓർഡേഴ്സ് എല്ലാം ഈ ഒരു രീതിക്കാണ് പാക്ക് ചെയ്യുന്നത്. നമ്മളാദ്യം ബുക്സൊക്കെ വെച്ച് നല്ല ബൗൾ റാപ്പും കാര്യങ്ങളൊക്കെ വെച്ച് അതിന് മുകളിൽ ഒരു വൈറ്റ് പേപ്പറുണ്ട്. വൈറ്റ് പേപ്പർ ഒരു കട്ടിയുള്ള പേപ്പറാണ്. അത് വെച്ച് പാക്ക് ചെയ്ത് ഇതുപോലെ ഫുള്ള് നമ്മുടെ ബ്രൗൺ സെല്ലോ ടേപ്പ് വെച്ച് വാർപ്പ് ചെയ്തൊക്കെയാണ് ബുക്സ് അയക്കുന്നത്. അത് തന്നെയല്ല, ഇൻ്റർനാഷണലായിട്ട് ബുക്സ് അയക്കുമ്പോൾ ഇതിലും നല്ല രീതിയിൽ കുറച്ചുകൂടെ സെക്യൂറായിട്ടാണ് ബുക്സ് അയക്കുന്നത്. കാരണം അത്രയും ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ബുക്സ് എല്ലാം പാക്ക് ചെയ്തിരിക്കുന്നത്. ഓരോ ഓർഡറാണെങ്കിലും എത്ര ഓർഡറാണെങ്കിലും ഒരേ പ്രയോറിറ്റിയിലാണ് നമ്മൾ ബുക്സ് പാക്ക് ചെയ്യുന്നതും അയക്കുന്നതല്ലാവേ. മെയിനായിട്ട് നമ്മൾ ഇന്ത്യ പോസ്റ്റിലായിട്ടാണ് അയക്കുന്നത്. പിന്നെ നമ്മൾ DTDC അതുപോലത്തെ കൊറിയേഴ്സ്, സ്പീഡ് ആൻഡ് സേഫ് അങ്ങനെ കൊറിയേഴ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യക്കാർക്കെല്ലാം കൊറിയേഴ്സാണ് അയക്കുന്നത്. അതിന് കുറച്ച് ചാർജ് ഒക്കെ കൂടുതലുണ്ടാവും. എങ്കിലും ഇന്ത്യ പോസ്റ്റിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇന്ത്യ പോസ്റ്റിലാണെങ്കിൽ നമ്മുടെ ഏറ്റവും സെക്യൂറായിട്ട് ഇപ്പം ഫാസ്റ്റായിട്ട് ബുക്സ് ചെയ്യാറുണ്ട്. പിന്നൊരു കാര്യം, നമ്മുടെ പേജിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ദി ബെസ്റ്റ്സെല്ലർ എന്ന് പറഞ്ഞ പേജിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ചെറിയ എമൗണ്ട് ഉണ്ട്. ചെറിയ എമൗണ്ട് വെച്ച് പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നവർക്ക് നമ്മൾ നല്ല ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് സ്ഥിരമായിട്ട് ഒരു ബുക്കാണെങ്കിലും എത്ര ബുക്കാണെങ്കിലും മാസം ബുക്സ് വാങ്ങുന്നവരുണ്ടല്ലോ. അപ്പോൾ ഒരു ബുക്കാണെങ്കിലും ബൾക്കായിട്ടുള്ള ഓർഡറാണല്ലോ, അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് നമ്മൾ ആ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രയോറിറ്റി നൽകി, അതായത് നമ്മുടെ ഒരു ചെറിയ എമൗണ്ട് ആണല്ലോ അത് നൽകുന്നതിനൊരു വില കൊടുക്കണമല്ലോ, ആ ഒരു ചെറിയൊരു സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ചെയ്തവർക്ക് അതിനനുസരിച്ചുള്ള ഓഫേഴ്സ്, പിന്നെ അവർക്ക് ഓർഡർ അനുസരിച്ച് ചിലപ്പോൾ സർപ്രൈസായിട്ട് ബുക്സ് വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം പ്ലാനിലുണ്ട്. അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നവരും അല്ല ഇനി ബുക്സ് വായിക്കുന്നവർ പേജ് ഫോളോ ചെയ്യാൻ പ്ലാനുള്ളവർ നമ്മുടെ അവിടെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, അവിടെ ഒരു ആ ഓപ്ഷനിൽ വന്നിട്ട് സബ്സ്ക്രൈബ് എന്നൊരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് പേ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള അതിനുള്ള ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് മുന്നോട്ട് കൂടുതലായിട്ട് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ശരി.